ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക് ക്രിസ്മസ് വിരുന്ന്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, ടോം വടക്കൻ എന്നിവരും ചടങ്ങിലുണ്ട്. വിവരങ്ങളുമായി ശരത് ലാലുണ്ട്. ശരത്ത്, ഏതൊക്കെ മതമേലധ്യക്ഷന്മാർ ചടങ്ങിനെത്തിയിട്ടുണ്ട്? വിവരങ്ങൾ. അരണ്യ, ലാറ്റിൻ കത്തോലിക്ക്, മലബാർ കത്തോലിക്ക്, സീറോ മലബാർ, ഓർത്തഡോക്സ്, യാക്കോബ തുടങ്ങിയ സഭകളുടെ മുഴുവൻ പിതാക്കളും ഈ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട്. CBCI സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് അനിൽ കോട്ടയും ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് ഏറ്റവും പ്രത്യേകത. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി CBCI വളരെ ശക്തമായ രീതിയിൽ BJPക്കെതിരെ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. എന്നാൽ അതൊന്നും ആ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ജോർജ് കുര്യൻ അല്ലെ കേന്ദ്രമന്ത്രി BJP മന്ത്രി ജോർജ് കുര്യൻ എത്തിയ ഈ ക്രിസ്മസ് വിരുന്നിൽ ഇവരൊക്കെ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും വലിയ വാർത്ത. ഇത് സംബന്ധിച്ച് കാരണം മാധ്യമങ്ങളിൽ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിരുന്നായിരുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം ഇക്കാര്യത്തിൽ കുറിച്ച് ജോർജ് കുര്യൻ ഒന്നും പ്രതികരിക്കാൻ തയ്യാറല്ല. നമ്മൾ അദ്ദേഹത്തെ എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയത്, രാജീവ് ചന്ദ്രൻ വ്യക്തമാക്കിയത്, BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മതങ്ങളെയും ആക്രമിക്കുന്ന ഒരു നയമല്ല. ഏത് തരത്തിൽ ആക്രമിക്കുന്ന BJP ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും ജോർജ് കുര്യന്റെ വസതിയിൽ ഇപ്പോൾ CBSE രാവിലെ തന്നെ BJPക്കും അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് വ്യക്തമാക്കി പത്ര റിലീസ് ഇറക്കും. CBSE ചെയർമാൻ തന്നെ, CBSE നേതാക്കൾ തന്നെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളുടെ മുഴുവൻ നേതാക്കൾ തന്നെ ഇന്ന് ജോർജ് കുര്യന്റെ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യും. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഡൽഹിയിലെ ക്രിസ്മസ് വിരുന്ന്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.